നമ്മൾ പാലക്കാട് എലപ്പുള്ളിയിലേക്ക് പോകുന്നു. ബ്രൂവറി വിവാദം കത്തി നിൽക്കുന്നതിനിടയിൽ ഈ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവും ഒപ്പം കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല. ബ്രൂവറിക്കായി അനുവദിച്ച സ്ഥലം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം അവിടെ എത്തിയത്. എലപ്പുള്ളിയിൽ പ്രദേശവാസികളുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ബ്രൂവറിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ കഞ്ചിക്കോട് നിർദ്ദിഷ്ട ബ്രൂവറി തുടങ്ങാനിരിക്കുന്ന സ്ഥലത്താണിപ്പോൾ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് എത്തിയിട്ടുള്ളത്. അവിടുത്തെ പ്രദേശവാസികളുമായി ചെന്നിത്തല ചർച്ച നടത്തുമ്പം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുണ്ട്. വി കെ ശ്രീകണ്ഠൻ MP തുടങ്ങിയവരെയൊക്കെ കൂടെ കാണാം. ടി നന്ദഗോപാൽ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല അവിടെ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. പ്രദേശവാസികളെ കാണുന്നുണ്ടോ? എത്ര സമയം അവിടെ തുടരും? സൈഫുദ്ദീൻ, അല്പസമയം മുൻപാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ബ്രൂവറിക്ക് വേണ്ടി കണ്ടെത്തിയ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എലപ്പുള്ളിയിലെ ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം പാലക്കാട് MP വി കെ ശ്രീകണ്ഠനൊപ്പം DCC അധ്യക്ഷൻ A തങ്കപ്പൻ, ഒപ്പം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു തുടങ്ങിയവരും എത്തിയിട്ടുണ്ട്. നിലവിൽ ഇവിടെയുള്ള നാട്ടുകാരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയുന്നത് പോലെ ഇവിടെ ഈ കുടിവെള്ളമാണ്. ഇവിടെ ഭൂഗർഭ ജലം വളരെയധികം കുറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോഴും നാട്ടുകാർക്ക് വലിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഈ ബ്രൂവറി വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചോദിച്ച് അറിയുകയാണ്. അപ്പോൾ ഒപ്പം ഈ പഞ്ചായത്ത് അധികൃതരോടും ഈ ഒരു സ്ഥലത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഇവിടെ അധികവും ആളുകൾ ഈ കുഴൽക്കിണറുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്നും പാറ അങ്ങാടിയിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിലേക്ക് പോകും. അവിടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയും ചെയ്യും. ഏതായാലും കോൺഗ്രസ് കുറച്ചും കൂടി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ പ്രാദേശിക നേതാക്കളും മറ്റുള്ളവരുമൊക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ നേരിട്ടെത്തി ഈ സ്ഥലം കാണുകയും പ്രതിഷേധത്തിനൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എലപ്പുള്ളിയിൽ കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി പ്രദേശവാസികളെ കാണുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ടി നന്ദഗോപാൽ.